സ്പെഷ്യൽ എഡിഷനിലേക്ക് UDF യോഗത്തിൽ കോൺഗ്രസിന് ഘടകകക്ഷികളുടെ രൂക്ഷ വിമർശം. ഇങ്ങനെ പോയാൽ പറ്റില്ലെന്നും സമരം ശക്തമാകണമെങ്കിൽ യോജിപ്പ് വേണമെന്നും മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ തുടർ പ്രക്ഷോഭങ്ങൾക്ക് UDF യോഗം രൂപം നൽകി. പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്നത് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങളാണെന്ന പൊതു നിലപാടാണ് യോഗത്തിൽ ഘടകകക്ഷികളെടുത്തത്. രൂക്ഷ വിമർശനമുയർത്തിയ മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി ഇങ്ങനെ പോയാൽ പറ്റില്ലെന്ന് തീർത്തു പറഞ്ഞു. JDU നേതാവ് വർഗീസ് ജോർജ്, ജോണി നെല്ലൂർ ഉൾപ്പെടെ മറ്റു ഘടകകക്ഷികളും ഇതേ നിലപാടിൽ തന്നെയായിരുന്നു. യോഗത്തിൽ വിമർശനം ഉയർന്നില്ലെന്ന് പറഞ്ഞ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കൂടുതൽ പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയതായും അറിയിച്ചു. യോഗത്തിൽ അങ്ങനെ യാതൊരു അഭിപ്രായം ഉണ്ടായിട്ടില്ല. കാരണം ഇത്രയും സമരങ്ങൾ 6 മാസത്തിനകം ഒരിക്കലും AK ആന്റണി മുഖ്യ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും K കരുണാകരൻ പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും ഉമ്മൻചാണ്ടി ഇരുന്നപ്പോഴും 6 മാസം അങ്ങനെ ചെയ്യാറില്ല. അത് UDFന്റെ ഒരു പ്രവർത്തന ശൈലിയാണ്. ജനുവരി 24-ന് കളക്ടറേറ്റുകൾ പിക്കറ്റ് ചെയ്യും. ഫെബ്രുവരി 1-ന് തിരുവനന്തപുരത്ത് സമരപ്രഖ്യാപന കൺവെൻഷൻ നടത്തും. 4 മേഖലാ ജാഥകളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 6 മാസത്തിന് നടന്ന സമരപരിപാടികളുടെ പട്ടിക യോഗത്തിൽ പ്രതിപക്ഷ നേതാവ് വിതരണം ചെയ്തു. LDF സർക്കാരിന്റെ പോലീസ് നയത്തിനെതിരെയും പ്രതിപക്ഷ നേതാവ് വിമർശനം ഉന്നയിച്ചു. പോലീസ് വഴിനീളെ ആളുകളെ മർദ്ദിക്കുന്നു, ആളുകളുടെ പേരിൽ UAPA ചുമത്തുന്നു, ചോദിക്കാനും പറയാനും ആളില്ലാത്ത സ്ഥിതിയാണ്. അരാജകത്വമാണ് കേരള പോലീസ്. മുഹമ്മദ് അസ്ലം, മീഡിയ 1, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ആലി വിൻസെന്റ്, കോൺഗ്രസ് നേതാവ്, അവർ കൊച്ചിയിൽ നിന്ന് ചർച്ചയിൽ ചേരും. ഡോക്ടർ വർഗീസ് ജോർജ്, JDU ദേശീയ ജനറൽ സെക്രട്ടറി, അദ്ദേഹം പത്തനംതിട്ടയിൽ നിന്ന് ചർച്ചയിൽ ചേരുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തകൻ സണ്ണിക്കുട്ടി എബ്രഹാം, അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ചർച്ചയിൽ ചേരും. PK ഫിറോസ്, മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി, അദ്ദേഹത്തെ പ്രതീക്ഷിക്കുന്നു കോഴിക്കോട്ട്. ഒപ്പം CPM നേതാവും MLA-യുമായ AM ആരിഫിനെയും പ്രതീക്ഷിക്കുന്നു ടെലിഫോൺ ലൈനിൽ. ആദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, LDF സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം നടത്തിയ, സഭയ്ക്കകത്തും പുറത്തും നടത്തിയ പ്രക്ഷോഭങ്ങളുടെ വിശദമായൊരു പട്ടിക ഇന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിൽ സംസ്ഥാന സർക്കാരിനെതിരെ മാത്രമല്ല, കേന്ദ്ര സർക്കാർ നോട്ട് നിരോധം പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയ പ്രവർത്തനങ്ങളും അദ്ദേഹം വിശദീകരിക്കുന്നു. ഇത്ര വിശദമായ ഒരു കുറിപ്പ് മുന്നിൽ നിൽക്കെ, അല്ലെങ്കിൽ ഇത്രയും കാര്യപരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന വസ്തുത മുന്നിൽ നിൽക്കെ UDF ഇങ്ങനെ പോയാൽ പോരാ എന്ന് ഘടകകക്ഷികൾ അഭിപ്രായം പറയുന്ന സാഹചര്യം എന്താണ്? ഇന്നത്തെ യോഗത്തിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടിയും ശ്രീ വർഗീസ് ജോർജും അത്തരത്തിലൊരു അഭിപ്രായം പറഞ്ഞു എന്നാണ് നമ്മൾ ലഭിച്ച വിവരം. ശ്രീ വർഗീസ് ജോർജ് നമ്മോടൊപ്പം ഉണ്ട്. അവിടെ എന്ത് നടന്നു എന്നുള്ളത് അദ്ദേഹം കൂടുതൽ വിശദീകരിക്കുമെന്ന് നമുക്ക് കരുതാം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇവിടെ എത്ര സമരം നടത്തി, എത്ര പേര് അറസ്റ്റ് വരിച്ചു, അല്ലെങ്കിൽ എത്ര ഹർത്താൽ നടത്തി, എത്ര ബന്ദ് നടത്തിയുള്ളൊരു കണക്കെടുപ്പല്ല പ്രശ്നം. എനിക്ക് തോന്നുന്നു കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആളുകൾ അല്ലെങ്കിൽ മറ്റു ഘടകകക്ഷികളുടെ പ്രതിനിധികൾ പറഞ്ഞത് കോൺഗ്രസിൻ്റെ അവസ്ഥയെക്കുറിച്ചാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് തോന്നുന്നു K മുരളീധരനും അദ്ദേഹം പ്രതിപക്ഷം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ സമരത്തിൻ്റെ എണ്ണമോ വണ്ണമോ അല്ല അദ്ദേഹവും അർത്ഥമാക്കിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അതിൻ്റെ എണ്ണമോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊന്നുമല്ല. കോൺഗ്രസിന് ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ് ഇവരൊക്കെ സംസാരിക്കുന്നത്. മുരളി അത് തന്നെയാണ് പറഞ്ഞത്. ഇന്ന് കുഞ്ഞാലിക്കുട്ടിയോ അല്ലെങ്കിൽ ശ്രീ വർഗീസ് ജോർജോ ഇങ്ങനെ പോയാൽ പറ്റില്ല എന്ന് ശ്രീ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത്ര സമരം നടത്തിയാൽ പോരാ, ഒരു 5 എണ്ണം കൂടെ നടത്തേണ്ടതായിരുന്നു എന്ന അർത്ഥത്തിലല്ല. ഇവിടെ ഈ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിലെ അവസ്ഥ, അത് ഒരു ആ പാർട്ടിയാണ് ആ മുന്നണിയെ അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികളെ അല്ലെങ്കിൽ UDFനെ ഒന്നിച്ചു നിർത്തി ഈ ഗവൺമെൻറ്റിനെതിരായിട്ട്, ഗവൺമെൻറ്റിൻ്റെ തെറ്റായ നയങ്ങൾക്കും ജനദ്രോഹപരമായ നടപടികൾക്കും എതിരായിട്ട് നയിക്കേണ്ടത്, അല്ലെങ്കിൽ മുന്നിൽ നിന്ന് നയിക്കേണ്ടത്. ആ പാർട്ടിയുടെ സ്ഥിതി വളരെ മോശമാണെന്ന്, അതാണ് ഇവിടുത്തെ കാര്യം. ഇപ്പോൾ ഇന്ന് ഈ സമ്മേളനത്തിന് മുമ്പായിട്ട് കോൺഗ്രസിൻ്റെ പ്രതിനിധികൾ ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയുണ്ടായി. 14-ാം തീയതിയോ മറ്റോ അവരുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റി ചേരാൻ തീരുമാനിച്ചിരിക്കുക. പക്ഷേ ഉമ്മൻചാണ്ടി വളരെ വ്യക്തമായിട്ട് മറ്റു 2 നേതാക്കളോടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആ യോഗത്തിൽ പങ്കെടുക്കില്ല. ആ യോഗം നടക്കണം, യോഗം നടക്കുക തന്നെ വേണം. എല്ലാ അംഗങ്ങളും, അദ്ദേഹത്തോടൊപ്പമുള്ള അംഗങ്ങളും പങ്കെടുക്കും. പക്ഷേ അദ്ദേഹം പങ്കെടുക്കുന്നില്ല. കാരണം ഉമ്മൻചാണ്ടി പോലെ കോൺഗ്രസിനെ മുമ്പിൽ നിന്ന് നയിക്കേണ്ട ഒരു നേതാവിന് പോലും രാഷ്ട്രീയകാര്യ സമിതിയിൽ സംബന്ധിച്ച് അഭിപ്രായം പറയാൻ പറ്റാത്ത ഒരു സാഹചര്യം. അങ്ങനെ കോൺഗ്രസ് യാതൊരു ഐക്യവുമില്ലാതെ പല തട്ടുകളിലായിട്ട് നിൽക്കുന്ന ആ ദുരവസ്ഥയെക്കുറിച്ചാണ് ഒരുപക്ഷെ പ്രതിപക്ഷ നേതാക്കൾ പറഞ്ഞത്. അല്ലാതെ സമരത്തിൻ്റെ എണ്ണമോ വണ്ണമോ, അതുകൊണ്ട് ആ ലിസ്റ്റ് കൊണ്ടൊന്നും, നടത്തിയ സമരങ്ങളുടെ ലിസ്റ്റ് കൊണ്ടൊന്നും പ്രയോജനമില്ല. ലീഗും മറ്റു ഘടകകക്ഷികളും കോൺഗ്രസ് യോജിച്ചു നിന്ന് ഈ മുന്നണിയെ, UDFനെ, പ്രതിപക്ഷ മുന്നണിയെ നയിക്കണമെന്ന വളരെ ലളിതമായ അടിസ്ഥാനപരമായ ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നതെന്നാണ് എനിക്ക് ഇന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അഡ്വക്കേറ്റ് ആലി വിൻസെന്റ്, ഘടകകക്ഷികളുടെ അഭിപ്രായം UDF ഇങ്ങനെ പോയാൽ പോരാ എന്ന് ഘടകകക്ഷികൾ അഭിപ്രായപ്പെടുന്നത്, അതിന് നേതൃത്വം നൽകുന്ന പാർട്ടി, മുന്നണിക്ക് നേതൃത്വം നൽകുന്ന ഒരു പാർട്ടി മുന്നണിയെ ഒറ്റക്കെട്ടായി നയിക്കാൻ പാകത്തിലുള്ള ഒന്നായി
അതിൻ്റെ നേതൃനിര ഒന്നിച്ചു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകണം എന്ന നിലയിൽ തന്നെയാണ്. അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കോൺഗ്രസിലെ നേതാക്കൾ കൊഴിച്ച്, അങ്ങനെയല്ലേ? അങ്ങനെയൊന്നുമല്ല. കോൺഗ്രസിലെ നേതാക്കൾക്ക് എല്ലാവർക്കും ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധിയും രാജ്യത്തിൻ്റെ പ്രതിസന്ധിയും വളരെ വൃത്തിയായിട്ടറിയാം. കോൺഗ്രസ് പൊതുവെ സംയമനം പാലിച്ചുകൊണ്ട് കാര്യങ്ങളെ സമീപിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന പാർട്ടിയാണ്. കേരളത്തിലെ പ്രതിപക്ഷം ശക്തമായി തന്നെ ഭരണപക്ഷത്തിനെതിരെയുള്ള അഭിപ്രായ പ്രകടനങ്ങൾ അസംബ്ലിയുടെ അകത്തും അസംബ്ലിക്ക് പുറത്തും നടത്തുന്നുണ്ട്. അതിൽ യു ഡി എഫിലുള്ള എല്ലാ ഘടകകക്ഷികൾക്കും തുല്യ പങ്കാളിത്തമാണുള്ളത്. കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ ഉത്തരവാദിത്തം. കോൺഗ്രസ് പാർട്ടി നയിക്കുന്നു എന്നത് ശരിയാണ്. യു ഡി എഫിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും ഞാനോ മൂത്തത് നീയോ മൂത്തത് എന്നുള്ളൊരു വെല്ലുവിളിയുടെ ആവശ്യമോ അങ്ങനെയുള്ള സംശയമോ ആവശ്യമില്ല. 6 മാസക്കാലത്തിനുള്ളിൽ ഇടതുപക്ഷ ഭരണം എത്രത്തോളം എങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്, അവരുടെ പോളിസി എങ്ങനെയാണ് എന്നുള്ളത് തുടക്കത്തിലെ പിഴച്ചു എന്ന് മനസ്സിലാക്കി തന്നെയാണ് കോൺഗ്രസ് എപ്പോഴും ജനങ്ങളോട് അവതരിപ്പിച്ചിട്ടുള്ളതും ജനങ്ങളുടെ മുമ്പിൽ പ്രക്ഷോഭങ്ങൾ ആവർത്തിച്ചിട്ടുള്ളതുമെല്ലാം. ഞങ്ങൾ നടത്തിയ സമരങ്ങളിൽ നല്ല പാർട്ടി പ്രവർത്തകരുടെയും ജനങ്ങളുടെയും പങ്കാളിത്തവും ഉണ്ടായിരുന്നു. അത് പറയുമ്പോൾ ഘടകകക്ഷികൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവിതത്തെ നേരിട്ട് ബാധിച്ച റേഷൻ വിഷയം, ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് സമയത്തെടുക്കാനും ജനങ്ങളുടെ ബുദ്ധിമുട്ട് സർക്കാരിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു ഞങ്ങൾ എന്ന തോന്നലുണ്ടാക്കാനും UDF സാധിച്ചില്ല. അത് സാധിക്കാതെ പോയതിൻ്റെ പ്രധാന കാരണം കോൺഗ്രസ് നേതൃത്വത്തിൽ ഒരു യോജിപ്പില്ലാതിരുന്ന അന്തരീക്ഷമാണ്. അതുപോലെ വൈദ്യുതി മന്ത്രിയായ MM മണിക്കെതിരെ കോടതിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ വിടുതൽ ഹർജി തള്ളിക്കൊണ്ടുള്ള വിധിയുണ്ടായി. അതിനെ ഉചിതമായ സമയത്ത് വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ UDF സാധിച്ചില്ല. അവിടെയും തടസ്സമായത് കോൺഗ്രസ് നേതൃനിരയിലെ തർക്കമാണ്. സഹകരണ പ്രസ്ഥാനങ്ങൾ നോട്ട് നിരോധത്തിൻ്റെ സാഹചര്യത്തിൽ വലിയ വെല്ലുവിളി നേരിട്ടപ്പോൾ അതിനെതിരെ യോജിച്ചു നിന്നൊരു സമരം അതിന് ശ്രമിച്ചപ്പോൾ അവിടെയും തടസ്സമായത് കോൺഗ്രസ് നേതൃത്വത്തിലെ അഭിപ്രായ ഭിന്നതയാണ്. ഈ വിമർശനങ്ങളൊക്കെ ഘടകകക്ഷികൾ ഉന്നയിക്കുന്നുണ്ട്. അതിൽ 100% ശരിയില്ല. കാരണം കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ VM സുധീരനും പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തലയും സീനിയർ നേതാക്കന്മാരായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ AK ആൻ്റണിയും അതേപോലെ തന്നെ കേരളത്തിലെ തലമുതിർന്ന നേതാക്കന്മാരെല്ലാവരും കൂലങ്കഷമായി ചർച്ച ചെയ്ത് ഒന്നിച്ചെടുത്ത തീരുമാനങ്ങളായിരുന്നു ഞങ്ങളുടെ സമരമുറകളെല്ലാം. ശ്രീ മുരളീധരനോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോ അതുപോലെ ഒറ്റപ്പെട്ട ചില നേതാക്കന്മാർ അവരുടെ ചില അഭിപ്രായങ്ങൾ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കിയെങ്കിൽ അതൊന്നും കോൺഗ്രസിൻ്റെ ഒന്നായ പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുമില്ല, ബാധിക്കുകയുമില്ല. UDF അങ്ങനെ ഒരു ആശങ്കയും ആവശ്യമില്ല. ഡോക്ടർ വർഗീസ് ജോർജ്, അത്തരത്തിലൊരു ആശങ്കയ്ക്കുമുള്ള സാഹചര്യം ഇപ്പോൾ UDF ഇല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ അവകാശപ്പെടുന്നത്. കോൺഗ്രസ് ഉചിതമായ സമയത്ത് നേതാക്കൾ തമ്മിൽ ആശയവിനിമയം നടത്തി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ട്. അവർ സമരരംഗത്തിറങ്ങുന്നുണ്ട്, സമരത്തിൻ്റെ പട്ടിക പ്രസിദ്ധീകരിക്കുന്നുമുണ്ട്. പിന്നെ എന്താണ് UDF ഇങ്ങനെ പോയാൽ പോരാ എന്ന് ഘടകകക്ഷികൾക്ക് തോന്നാനുള്ള കാര്യം? രാജീവ്, UDF ഇന്നത്തെ മീറ്റിങ്ങിനെ കുറിച്ച് പുറത്തു വന്ന വാർത്തകൾ പൂർണ്ണമായും ശരിയല്ല. അവിടെ നടന്ന കാര്യങ്ങൾ എനിക്ക് ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കത്തിൻ്റെ ഒരു പരിധിയിൽ എനിക്ക് പുറത്ത് പറയാനും സാധിക്കുകയില്ല. പക്ഷേ മുതിർന്ന പത്രപ്രവർത്തകനായ ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം പറഞ്ഞ ആ കാര്യങ്ങളുടെ അന്തസ്സത്തയോട് എനിക്ക് യോജിപ്പുണ്ട്. ഞങ്ങൾ എടുത്തത് 2 ആസ്പെക്ട്സാണ്. ഒന്ന്, കഴിഞ്ഞ 6 മാസക്കാലമായി ഒരു റെസ്പോൺസിബിൾ ഓപ്പോസിഷനായിട്ട് പ്രവർത്തിക്കാൻ UDF സാധിച്ചിട്ടുണ്ട്. സ്വാശ്രയ സമരത്തിൽ ഇത്തവണ മാനേജ്മെൻറ്റുകൾക്ക് വലിയ ലാഭം കിട്ടി. അത് കുറയ്ക്കുന്നതിന് മാനേജ്മെൻറ്റുകൾ തന്നെ തയ്യാറായപ്പോൾ ഗവൺമെൻറ് സഹകരിക്കാഞ്ഞതുകൊണ്ടാണ് ആ കാര്യം പിന്നീട് നടക്കാതെ പോയത്. ജനങ്ങൾക്കിടയിൽ തുറന്ന് പറയുന്നതിന് നമുക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായി, കണ്ണൂരിൽ വർദ്ധിച്ചു വരുന്ന രാഷ്ട്രീയ അതിക്രമങ്ങൾക്കെതിരെ നമ്മൾ നടത്തിയ സമാധാന ശ്രമങ്ങൾ ഗവൺമെൻറ് തന്നെ ഒരു സർവകക്ഷി യോഗം വിളിക്കാൻ നിർബന്ധമാവുകയും ചില തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തു. മൂന്നാമത്, നോട്ട് പ്രതിസന്ധിയുടെ കാര്യത്തിൽ മറ്റൊരിക്കലും ഉണ്ടാവാത്ത രീതിയിൽ UDF ഭാഗത്തു നല്ല പ്രതികരണം ഉണ്ടായി. ഞങ്ങളെല്ലാവരും കൂടെ രാഷ്ട്രപതിയെ പോയി കണ്ടു, ജന്തർ മന്ദറിൽ സത്യാഗ്രഹം നടത്തി, ഞങ്ങൾ അരുൺ ജെയ്റ്റ്ലിയെ കണ്ടു. നിരവധി സത്യാഗ്രഹങ്ങൾ RBIയുടെയും AG's ഓഫീസിൻ്റെയും മുന്നിൽ നടന്നു. ഒരു റെസ്പോൺസിബിൾ ഓപ്പോസിഷനായിട്ട് നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ട്.
അക്രമാസക്തമായ സമരങ്ങൾ തീർച്ചയായിട്ടും ഇല്ലായിരുന്നു, അതിന് ഞങ്ങൾക്ക് ആർക്കും യോജിപ്പുമില്ല. പക്ഷേ സണ്ണിക്കുട്ടി സാറ് പറഞ്ഞ രണ്ടാമത്തെ ആസ്പെക്റ്റ്, ഒരു പാർട്ടിയിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ഈ മുന്നണിയുടെ ഇമേജിനെയും പ്രവർത്തനത്തെയും ബാധിക്കാൻ പാടില്ല. ആ മുന്നണിയിലെ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ ആ പാർട്ടിയിൽ തന്നെ പരിഹൃതമാകണം. അല്ലാത്ത പക്ഷം എത്ര രൂക്ഷമായ സമരങ്ങൾ നടത്തിയാലും ഫലം വരുന്നത് ഈ ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ പുറത്തു വരുന്നത്, അതിലേക്ക് ശ്രദ്ധ പോകുന്നതാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പാർട്ടി ഉൾപ്പെടെ എല്ലാ പാർട്ടിയും, കോൺഗ്രസിനെ മാത്രമല്ല, എല്ലാ പാർട്ടിയും ആ ഒരു ഡിസിപ്ലിൻ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചത്. ശ്രീ വർഗീസ് ജോർജ്, ഇത്രമാത്രം വലിയ സമരങ്ങളൊക്കെ UDF നടത്തുകയും താങ്കൾ പറഞ്ഞതുപോലുള്ള സമരങ്ങൾ നടത്തുകയും ഒരു ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ സാധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഒരു പാർട്ടിയിലെ ആഭ്യന്തര വൈരുദ്ധ്യം UDFൻ്റെ ആകെ തന്നെ പ്രതിച്ഛായയെ ഏത് വിധത്തിലാണ് ബാധിക്കുക? ഉത്തരവാദിത്തമുള്ള പ്രതിപക്ഷമായി അത് ജനങ്ങളുടെ മുന്നിൽ ഉണ്ടാവില്ലേ? കഴിഞ്ഞ UDF യോഗത്തിന് ശേഷം, ഇന്നത്തെ അല്ല, കഴിഞ്ഞ UDF യോഗത്തിന് ശേഷം കേരളത്തിലെ UDF ഫലപ്രദമല്ല എന്ന തോന്നലുണ്ടാകത്തക്ക പ്രസ്താവനകൾ വന്നത് ഏത് പാർട്ടിയിൽ നിന്നാണ്? ആ UDF യോഗത്തിന് ശേഷം ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ അന്തഛിദ്രങ്ങളുണ്ടായി. ഈ വിഷയത്തിൻ്റെ പേരിൽ തെരുവിൽ കയ്യേറ്റം തന്നെ നടന്നു. നമ്മൾ റെസ്പോൺസിബിൾ ഓപ്പോസിഷനായി ഒരു വശത്ത് പ്രവർത്തിക്കുമ്പോൾ അതിന് ലീഡ് ചെയ്യുന്നൊരു പൊളിറ്റിക്കൽ പാർട്ടി ഒരു ഏകീകൃത മുഖത്തോടു കൂടി ആ ഗൗരവം കാട്ടി പ്രവർത്തിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് UDF ഫലപ്രദമല്ലെന്നൊരു തോന്നലുള്ള ഒരു വിമർശനം ആ പാർട്ടിയിൽ നിന്ന് വന്നത്. വർഗീസ് ജോർജ്, കോൺഗ്രസിനെ സംബന്ധിച്ച് ഇപ്പോൾ ചില പ്രസ്താവനകൾ വരുന്നു, നേതാക്കൾ അതിനോട് പ്രതികരിക്കുന്നു. ഇതിലും രൂക്ഷമായ പ്രശ്നങ്ങൾ കോൺഗ്രസിൽ മുൻകാലത്തുണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഇത്രമാത്രം വലിയ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളൊന്നും കോൺഗ്രസിനെ വലിയ പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതായി പിൽക്കാല ചരിത്രം പറഞ്ഞിട്ടുമില്ല. ഇപ്പോൾ അത്രമാത്രം വലിയൊരു പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്നുണ്ടോ? രാജീവ്, അന്നത്തെ സാഹചര്യം അല്ല ഇപ്പോൾ. ഇപ്പോൾ ഒരു അസാധാരണമായ പരിസരമാണ് നമുക്കുള്ളത്. നമ്മുടെ ഇവിടുത്തെ ജനാധിപത്യ, സോഷ്യലിസ്റ്റ്, മതേതര പ്രസ്ഥാനങ്ങൾ ദുർബലമായി കൂടാ ഒരു കാരണവശാൽ. അന്ന് BJP കേരളത്തിലൊരു ഘടകമേ അല്ല. ഒരു 10 വർഷം മുമ്പ് BJPക്ക് ലഭിച്ചത് 6% വോട്ടാണ്. പക്ഷേ ഇപ്പോൾ LDFന് 91 സീറ്റുകൾ കിട്ടിയിട്ട് പോലും LDFിലെ പ്രധാനപ്പെട്ട മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ശതമാനം 28%-ൽ നിന്ന് 26%-ആയിട്ട് കുറഞ്ഞു. അവർക്ക് 2% കുറഞ്ഞു. UDFൻ്റെ വോട്ട് ശതമാനം 6% കുറഞ്ഞു. ഇതിൻ്റെ നേട്ടം കിട്ടിയത് മുഴുവൻ BJPക്കാണ്. BJPക്കും സഖ്യകക്ഷികൾക്കും കൂടി 14% വോട്ട് കിട്ടി. നമ്മുടെ ഇവിടെ ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് പാർട്ടികൾ ദുർബലപ്പെടുന്നതിൻ്റെ ഏറ്റവും വലിയ നേട്ടം കിട്ടുന്ന BJPക്കാണ്. BJP രാജ്യത്ത് വലിയൊരു ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുന്നു. അരുണാചൽ പ്രദേശിൽ 33 MLA-മാരും മുഖ്യമന്ത്രിയും കൂടാണ് അങ്ങോട്ട് മാറിയത്. 15 വർഷമായി ആസാം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസിലെ ഹേമന്ത് ശർമ്മ നേരെ BJPയിലേക്ക് പോയിരിക്കുന്നു. കർണാടക ഇപ്പോൾ BJP പിടിക്കാനുള്ള തിരക്കിലാണ്. രാജ്യം ഒരു വലിയ പ്രതിസന്ധിയെ നേരിടുമ്പോൾ ഉമ്മൻചാണ്ടിയാണോ സുധീരനാണോ രമേശാണോ, ഈ തർക്കത്തിനപ്പുറത്തേക്കൊരു കാഴ്ചപ്പാടുകൂടി നിങ്ങൾ കാണണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഡോക്ടർ വർഗീസ് ജോർജ്, ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഇതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പഴയ സാഹചര്യമല്ല, പഴയ കോൺഗ്രസിലുണ്ടായ കലഹങ്ങൾ പോലെയല്ല ഇനിയുള്ള കലഹങ്ങൾ. അടിയിൽ നിന്ന് മണ്ണൊലിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിയാത്തവരുമല്ല കോൺഗ്രസ് നേതാക്കൾ. പക്ഷേ അവർക്ക് പഴയ ഗ്രൂപ്പ് ഇക്വേഷനിൽ നിന്ന് മാറി നിന്നുകൊണ്ട് പാർട്ടിയെ ഒറ്റക്കെട്ടായി പാർട്ടിയുടെ മണ്ണൊലിപ്പ് തടയാൻ പാകത്തിലുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കുന്നില്ല. അത് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണോ അതോ വേണ്ടെന്ന് വെച്ചിട്ടാണോ? ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ
ഇത് നമുക്കറിയാം, കേരളത്തിലെ സ്ഥിതി മാറുകയാണ്, അഖിലേന്ത്യാ തലത്തിൽ തന്നെ സ്ഥിതി മാറുകയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് അതിനെയൊക്കെ നമ്മൾ ചിലതിനെയൊക്കെ പ്രതിരോധിക്കാൻ, അല്ലെങ്കിൽ BJPയുടെ വരവിനെ പ്രതിരോധിക്കാൻ RSSൻ്റെ ഫാസിസ്റ്റ് സ്വാധീനം കേരളത്തിലും വലിയ തോതിൽ വളരുന്നതിനെതിരെ പ്രതിരോധിക്കാനൊക്കെ കഴിയണം. അതിനൊക്കെ താഴെയാണ് ഒരുപക്ഷെ ഉമ്മൻചാണ്ടിയും VM സുധീരനും രമേശ് ചെന്നിത്തല ഇവർ ആര് പറയുന്നതാണ് ശരിയെന്ന് ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞത് വളരെ ശരിയാണ്. പക്ഷേ ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞത് നമുക്കിതിനെ ചെറുത്തേ പറ്റൂ. UDFന് അതിനെ പ്രതിരോധിച്ചേ പറ്റൂ. അതിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ട്, രാഷ്ട്രീയ മുന്നണിയാണ് UDF. എൻ്റെ വാദം എന്ന് പറയുന്നത് ഏതാണ് പ്രധാനമെന്നുള്ളതല്ല. ഉമ്മൻചാണ്ടിയും അല്ലെങ്കിൽ രമേശ് പറയുന്നതാണോ, ഉമ്മൻചാണ്ടി പറയുന്നതാണോ, VM സുധീരൻ പറയുന്നതാണോ ശരി, അതോ അതിനപ്പുറത്ത് നാം BJPയെ അല്ലെങ്കിൽ സംഘപരിവാരത്തെ പ്രതിരോധിക്കേണ്ടതാണോ, ഏതാണ് പ്രധാനമെന്നുള്ള ആ പ്രാധാന്യത്തെക്കുറിച്ചുള്ള തർക്കമല്ല സത്യത്തിൽ എനിക്കുള്ളത്. അതിനെ പ്രതിരോധിക്കണമെങ്കിൽ UDF ഒറ്റക്കെട്ടായി നിന്ന് പ്രതിരോധിക്കണമെങ്കിൽ UDFന് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി നിന്നേ പറ്റൂ. അതാണ് ഞാൻ പറയുന്ന കാര്യം. ഇവിടെ ശ്രീ വർഗീസ് ജോർജ് അല്ലെങ്കിൽ ഇന്ന് ശ്രീ രമേശ് അന്നത്തെ യോഗത്തിൽ വിതരണം ചെയ്ത കുറിപ്പ്, എനിക്ക് അതിനോടൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. ധാരാളം സമരങ്ങൾ നടന്നിട്ടുണ്ട്. കുറച്ച് ഫലപ്രദമായ ഒരു സമരം നടന്നത് സ്വാശ്രയ മാനേജ്മെൻറ്റുകൾക്കെതിരായിട്ടുള്ളതായിരുന്നു. അതിനെ വളരെ സമർത്ഥമായിട്ട് CPM പരാജയപ്പെടുത്തിയെങ്കിൽ പോലും ജനങ്ങളെ ഉണർത്താൻ, ഈ ഒരു പ്രശ്നത്തിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാൻ ആ സമരത്തിന് കഴിഞ്ഞ് ആ സമരം നടത്തിയത് VM സുധീരനോ ഉമ്മൻചാണ്ടിയോ കുഞ്ഞാലിക്കുട്ടിയോ ഒന്നും അല്ല. കേരളത്തിലെ യൂത്ത് കോൺഗ്രസ്സുകാരാ, ചെറുപ്പക്കാരാ. അത് മറന്നിട്ട് കാര്യമില്ല. താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ റേഷനറിയുടെ കാര്യം. UDF ആണ് 100 ദിവസം കൊണ്ട് 1 രൂപയ്ക്ക് 1 കിലോ അരി കൊടുത്ത ഒരു ഭരണ സംവിധാനമായിരുന്നു UDFൻ്റേത്. എന്നിട്ട് ഇന്നത്തെ റേഷനറിയുടെ സ്ഥിതി എന്താ? എത്ര ഗുരുതരമാണ്. ഇന്ന് അരിയുടെ വില എന്താ? ഓപ്പൺ മാർക്കറ്റിൽ അരിയുടെ വില എന്താ? കോൺഗ്രസോ അല്ലെങ്കിൽ പ്രതിപക്ഷമോ ശക്തമായിട്ട് ശബ്ദമുയർത്തുന്നുണ്ടോ? നോട്ട് പ്രശ്നത്തിൽ ഡൽഹിയിൽ വരെ പോയി സമരം നടത്തി. പക്ഷേ അവിടെ നാം കണ്ടൊരു വിള്ളലുണ്ട്. ഈ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന കോൺഗ്രസ് പാർട്ടിയിലെ നേതൃനിരയിലെ വിള്ളൽ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നോ? ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ. നാം ശ്രീ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ ആ രാഷ്ട്രീയ സാഹചര്യത്തോട് ഞാൻ 100% യോജിക്കുകയാണ്. 14-16% വോട്ടുകളുമായി BJPയും സഖ്യകക്ഷികളും അവരുടെ ഫാസിസ്റ്റ് അജണ്ടയുമായി MD വാസുദേവൻ നായരെ പോലൊരു സാഹിത്യകാരന് പോലും ഇവിടെ അഭിപ്രായം പറയാൻ പറ്റില്ല എന്ന സാഹചര്യത്തിലേക്ക് ഫാസിസ്റ്റ് ശക്തികൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാനുള്ള തയ്യാറെടുപ്പ്, പ്രതിരോധിക്കാനുള്ള ഐക്യം നിങ്ങളുടെ മുന്നണിക്കൊണ്ടു. ആ പ്രശ്നമാണ് ഒരുപക്ഷേ ഘടകകക്ഷികൾ ഉന്നയിക്കുന്നത്. അത് ഈ ആഭ്യന്തര വൈരുദ്ധ്യം തീർക്കേണ്ടത് കോൺഗ്രസ് തന്നെയാണ്. പക്ഷേ ഇതൊരു പുതിയ സംഭവമല്ല. പലപ്പോഴും കോൺഗ്രസ് ഇങ്ങനെ UDF യോഗങ്ങളിൽ നാണം കെട്ടു നിന്നിട്ടുണ്ട്. അതായത് കോൺഗ്രസിനുള്ളിലെ പടപിടക്കങ്ങൾ, ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ, മറ്റ് ഘടകകക്ഷികളുടെ വളരെ നിശ്ചിതമായ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഡോക്ടർ വർഗീസ് ജോർജ് കൂടെ പറഞ്ഞൊരു സാഹചര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ന് കേരളത്തിൽ UDFൻ്റെ പ്രസക്തി ഏറെയാണ്, UDFൻ്റെ ഉത്തരവാദിത്തങ്ങൾ ഏറെയാണ്. ആ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ വെറും സമരം ചെയ്യലല്ല ശ്രീ വർഗീസ് ജോർജ്. അതിനോട് എനിക്കും യോജിപ്പില്ല. ഈ 6 മാസം മതിയുത് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. സമരം ചെയ്യേണ്ടപ്പോൾ ചെയ്തേ പറ്റൂ. തെറ്റായ നയങ്ങൾ ഉണ്ടായാൽ അത് 1ാമത്തെ ദിവസമാണെങ്കിൽ അതിനെ എതിർത്തേ പറ്റൂ, അത് വേറെ കാര്യം. പക്ഷേ സമരത്തിൻ്റെ എണ്ണമോ കാര്യങ്ങളോ അതിന് നിങ്ങൾ റെഡിയാണോ, നിങ്ങൾ തയ്യാറാണോ എന്ന ചോദ്യം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നോട്ടിൻ്റെ വിഷയത്തിൽ ഒരുപക്ഷെ യോജിച്ചൊരു സമരമായിരുന്നു ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ രാഷ്ട്രീയമായിട്ട് നിങ്ങൾക്ക് മറ്റ് അഭിപ്രായ വ്യത്യാസവും കാരണങ്ങളും ഉണ്ടാവാം. ഇവിടെ UDFൻ്റെ യോഗങ്ങൾ ചേരുമ്പോൾ പലപ്പോഴും കോൺഗ്രസ്സിന് ഏകകണ്ഠമായ ഒരു അഭിപ്രായം, ഇന്ന് അങ്ങനെ സംഭവിച്ചു എന്നല്ല ഞാൻ പറഞ്ഞത്, നേരത്തെ പല യോഗങ്ങളിൽ ഏകകണ്ഠമായിട്ട് യോജിച്ചുള്ളൊരു അഭിപ്രായം പോലും പറയാൻ പറ്റാത്ത കോൺഗ്രസ്സിലെ സാഹചര്യമാണ് ഇന്ന് ഇവിടെ ഡോക്ടർ പറഞ്ഞതുപോലെ BJPക്കും സംഘപരിവാരത്തിനുമെതിരെ കേരളത്തിലെ ജനങ്ങളെ അണിനിരത്തുന്നതിന് UDFനുള്ള തടസ്സം. അതാണ് പ്രശ്നം, അല്ലാതെ ആര് പറയുന്നതാണ് പ്രധാനം എന്നുള്ളതല്ല. അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ്, ഘടകകക്ഷികളുടെ പ്രധാനപ്പെട്ട ആശങ്ക എന്താണ് എന്ന് ഇപ്പോൾ മനസ്സിലായി കാണും. അത് നേരത്തെ തന്നെ മനസ്സിലാക്കാത്തവരല്ല കോൺഗ്രസ് നേതാക്കൾ. അതിനെ മറന്നുകൊണ്ട് തങ്ങളുടെ മൂപ്പിളമ തർക്കമാണ് ഏറ്റവും പ്രധാനം എന്ന് ചിന്തിക്കുന്ന കോൺഗ്രസ് നേതൃത്വം UDFനെ എവിടെ കൊണ്ടുചെന്ന് എത്തിക്കും എന്ന ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. ആ ഗൗരവത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എന്തുകൊണ്ടാണ് ഇനിയും മാറാത്തത്? അങ്ങനെ ഒരു ആശങ്ക അസ്ഥാനത്താണ്. കാരണം കോൺഗ്രസ് പാർട്ടിയിൽ അങ്ങനെ ഒരു മൂപ്പിളമ തർക്കമൊന്നുമില്ല. പുറമേ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ശക്തവും രൂക്ഷവുമായി ഒരിക്കലും കോൺഗ്രസ് പാർട്ടിയിലെ ഭിന്നതയെ വളർത്തിക്കൊണ്ടുവരുവാൻ നേതാക്കന്മാരോ അണികളോ തയ്യാറാവില്ല. പാമ്പ് പടം കൊഴിക്കുന്നത് പോലെ ചില പടം പൊഴിക്കലുകൾ ആവശ്യമായി വന്നിട്ടുണ്ട് പാർട്ടിയിൽ. അത് ആരോഗ്യകരമായി തന്നെ മാറ്റേണ്ട ആവശ്യവുമുണ്ട്.
ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ പൊരുത്തപ്പെട്ട് തന്നെയാണ് പൊതുവായ ശത്രുവിനെ നേരിടാൻ നിൽക്കുന്നത്. അവർ തമ്മിൽ അങ്ങനെ വ്യക്തിപരമായ വൈരാഗ്യങ്ങളോ സ്പർദ്ധകളോ ഒന്നുമില്ല. ഉമ്മൻചാണ്ടി സാറ് വളരെ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചിട്ട് ശാന്തമായി തന്നെ അതിനെ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ് രാഷ്ട്രീയകാര്യ സമിതി രൂപീകരിച്ചിട്ട് അതിൻ്റെ ഒരു യോഗം പോലും ചേരാൻ സാധിക്കാത്തൊരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അത് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ തീയതി കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ, അതുകൊണ്ടാണ് മാറ്റിവെക്കുന്നത്, ചേരാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആരാണ് അത് വിശ്വസിക്കുക? അല്ല, അതിൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരു ദേശസ്നേഹവും പാർട്ടി സ്നേഹവുമുള്ള ഒരു നേതാവിനെ കാണുക വിഷമമാണ്. അദ്ദേഹം നിർണായക ഘട്ടങ്ങളിലെല്ലാം ശക്തമായ തീരുമാനങ്ങൾ എടുത്ത് കൂടെ നിൽക്കുന്ന വ്യക്തിയുമാണ്. അങ്ങനെ ഒരു ആശങ്കയൊന്നും കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കന്മാരെക്കുറിച്ച് പുറത്ത് UDFനോ ജനങ്ങൾക്കോ ആവശ്യമില്ല. ശ്രീ ഉമ്മൻചാണ്ടി സാറും ശ്രീ സുധീരൻ സാറും ശ്രീ രമേശ് ചെന്നിത്തലയും പൊതുവായ കാര്യങ്ങളിൽ ഐക്യപ്പെട്ട് തന്നെ നിൽക്കും. UDFന്റെ അകത്ത് ഇത്തരം ചർച്ചകൾ ആരോഗ്യകരമായി ഉണ്ടായി. പൊതുജനങ്ങളുടെ പിന്നെ എന്തുകൊണ്ടാണ് ഈ നേതാക്കളൊക്കെ ഒരുമിച്ച് നിൽക്കുകയും ഒരുമിച്ച് കാര്യങ്ങൾ ആലോചിക്കുകയും തീരുമാനങ്ങൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുവെങ്കിൽ UDFലെ ഘടകകക്ഷികൾക്ക് എന്തുകൊണ്ടാണ് ഇത്രയും വലിയ ആശങ്ക? അങ്ങനെയാണെങ്കിൽ ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല എന്നവരെ ബോധ്യപ്പെടുത്താൻ കോൺഗ്രസ് നേതൃത്വത്തിന് എന്തുകൊണ്ട് സാധിക്കുന്നില്ല? സാധിക്കും, തീർച്ചയായിട്ടും സാധിക്കും. ശ്രീ K. മുരളീധരൻ അന്ന് പ്രതിപക്ഷത്തെക്കുറിച്ച് പറഞ്ഞതും കോൺഗ്രസ് പാർട്ടിയെ ആക്ഷേപിച്ചിട്ടായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാനും കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് പ്രതിപക്ഷം ചെയ്യേണ്ട ജോലി കൂടി മാർക്സിസ്റ്റ് പാർട്ടിയുടെയും CPI CPMൻ്റെയും ഘടകകക്ഷികൾ ഏറ്റെടുത്ത് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവരുടെ ഐക്യത്തിൽ LDFൻ്റെ ഐക്യത്തിലെ ഭിന്നതയെ സൂചിപ്പിക്കാനാണ്. അല്ലാതെ കോൺഗ്രസ് പാർട്ടിയും UDFും പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്ന് അദ്ദേഹം അർത്ഥമാക്കിയിട്ടേയില്ല. അതിന് തെറ്റായ വ്യാഖ്യാനം നൽകിയതാണ്. പിന്നെ ശ്രീ മാധ്യമങ്ങൾ ഒരുപക്ഷെ അതിന് തെറ്റായ വ്യാഖ്യാനം നൽകി എന്ന് വിശ്വസിക്കാം. അഡ്വക്കേറ്റ് ലാലി വിൻസെന്റ്, മാധ്യമങ്ങൾ മുരളീധരന്റെ വാക്കുകളെ തെറ്റായി വ്യാഖ്യാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. പക്ഷേ അത് മുരളീധരന്റെ അഭിപ്രായത്തോട് യോജിക്കുന്നു എന്ന് മുസ്ലിം ലീഗിന്റെ സമുന്നതരായ നേതാക്കൾ പറഞ്ഞിരുന്നു, ജനതാദൾ യുണൈറ്റഡിലെ നേതാക്കൾ പറഞ്ഞിരുന്നു, ജോണി നെല്ലൂരിനെ പോലെ UDFന്റെ മുതിർന്ന നേതാക്കൾ പറഞ്ഞിരുന്നു. അല്ല, അതിലെന്താണ് തെറ്റ്? കോൺഗ്രസ് പാർട്ടിയും UDFും പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നത് പോലെ തന്നെ LDFലെ ഘടകകക്ഷികൾ ഭിന്നിച്ചു നിന്ന് പ്രതിപക്ഷത്തിന്റെ കൂടെ നിന്ന് പ്രതിപക്ഷത്തിന്റെ ജോലി ഘടകകക്ഷികൾ ഭിന്നിച്ചു നിൽക്കുന്നു എന്ന കാര്യത്തോടല്ല UDFലെ നേതാക്കൾ യോജിപ്പ് പ്രകടിപ്പിച്ചത്. പ്രതിപക്ഷം വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന മുരളീധരന്റെ പരാമർശത്തോടാണ് അവർ യോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നത്. മുരളീധരൻ അങ്ങനെയല്ല പറഞ്ഞത്. മുരളീധരൻ പറഞ്ഞത് പ്രതിപക്ഷത്തിൻ്റെ ജോലി ഇപ്പോൾ LDFലെ സഖ്യകക്ഷികളാണല്ലോ ചെയ്യുന്നതെന്ന് ഞാൻ കേട്ടതാണ് അദ്ദേഹം പറയുന്നത്. അതിനോടാണ് ഘടകകക്ഷികൾ യോജിച്ചത്. അതേക്കുറിച്ച് ഇനി എന്ത് ആശങ്കയുണ്ടെങ്കിലും കോൺഗ്രസ് പാർട്ടി നിർണായക ഘട്ടത്തിലെല്ലാം പൊതുശത്രുവിനെ നേരിടാൻ ഒന്നിച്ചു നിൽക്കും. ആ കാര്യത്തിൽ തർക്കമില്ല. പിന്നെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനും ശ്രീ മുരളീധരനും തമ്മിലുണ്ടായ മാധ്യമങ്ങളിലുണ്ടായ അഭിപ്രായ വ്യത്യാസം, അത് രണ്ടുപേർക്കും മനസ്സിലായി കാണും അതിൻ്റെ ശരിയും തെറ്റുമെല്ലാം. അത് അവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ കൂടി ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഭാരവാഹികളും പാർട്ടി നേതാക്കന്മാരും അണികളും ഉത്തരവാദികളാണ്. അതിൻ്റെ പാപത്തിൻ്റെ ഫലം ഏൽക്കുന്നു എന്ന് പറഞ്ഞാൽ ചെളിയിൽ തല്ലിയാൽ നീളത്തെറിക്കും എന്നുള്ള നീളത്തെറിക്കൽ ഞങ്ങൾ അനുഭവിച്ചു എന്നതൊഴികെ ഞങ്ങളുടെ ശക്തിയെയോ ഞങ്ങളുടെ നശിപ്പിക്കാൻ UDFിൽ യോജിച്ചു നിൽക്കുന്ന ഒരു നേതൃത്വം, ആശയവിനിമയം നടത്തി തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു നേതൃത്വം, അത് ഘടകകക്ഷികൾക്ക് ബോധ്യപ്പെടാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തെ ഗൗരവത്തോടെ സമീപിക്കാതിരിക്കുന്നില്ല കോൺഗ്രസ് എന്നാണ് ലാലി വിൻസെന്റ് വിശദീകരിക്കുന്നത്. മിസസ് ലാലി വിൻസെന്റ് പറഞ്ഞതിനെ എനിക്ക് ആ രീതിയിൽ കൗണ്ടർ ചെയ്യാൻ സാധിക്കില്ല. കാരണം ഞങ്ങളുടെ ഒരു മുന്നണിയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ. പക്ഷേ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ കേരളത്തിലുണ്ടായ രാഷ്ട്രീയമായ വോട്ടിംഗ് പാറ്റേണിൽ ഒരു മാറ്റം ഇതുവരെ വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈയിടെ ചില ബൈ ഇലക്ഷൻസ് നടന്നു. സണ്ണിക്കുട്ടി അബ്രഹാം സാർ ശ്രദ്ധിച്ചാണ്. ആ ബൈ ഇലക്ഷൻസിലൊക്കെ ആ അസംബ്ലി ഇലക്ഷൻ്റെ വോട്ടിംഗ് പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം
ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ കേരളത്തിലെ ജനങ്ങൾ ഇന്ന് പോളറൈസ്ഡാണ്. BJPയുടെ നല്ല വളർച്ച വരുന്നുണ്ട്. ഈ സാഹചര്യത്തെ സണ്ണിക്കുട്ടി സാർ പറഞ്ഞ പോലെ സീരിയസായി അഡ്രസ്സ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഞങ്ങൾ ഉന്നയിച്ച ഇഷ്യൂ. അങ്ങനെ ഉന്നയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും കോൺഗ്രസ് ഒരു ഏകീകൃത സ്വഭാവത്തോടു കൂടി നിൽക്കണം. കോൺഗ്രസിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് അധികം കടക്കാൻ സാധിക്കത്തില്ല. പക്ഷേ UDF കഴിഞ്ഞ 6 മാസക്കാലം നന്നായിട്ട് വർക്ക് ചെയ്തുവെന്ന് ഞാൻ പറഞ്ഞു. ഇനിയുള്ള കാലഘട്ടത്തിലും ഒരുമിച്ച് നിൽക്കണമെങ്കിൽ അതിനെ ലീഡ് ചെയ്യുന്ന കോൺഗ്രസിൻ്റെ ഒറ്റക്കെട്ടായ ഒരു ലീഡർഷിപ്പ് വരണം. ശ്രീ മുരളീധരൻ പറഞ്ഞതിനെക്കുറിച്ച് ജനതാദൾ യുണൈറ്റഡ് ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. മറ്റു പല പാർട്ടികളും പ്രതികരണം നടത്തി. ഞങ്ങളിന്ന് UDF യോഗത്തിൽ മാത്രമാണ് ഞങ്ങൾ പ്രതികരണം നടത്തിയത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള മുന്നോട്ട് പോകിനെക്കുറിച്ചാണ് ഞങ്ങൾക്കെല്ലാം ഉത്കണ്ഠയുള്ളത്. അതുകൊണ്ട് മിസസ് ലാലി വിൻസെൻ്റ് പറഞ്ഞ പോലെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഒരുമിച്ച് ചർച്ച ചെയ്ത് പരിഹരിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും ഘടകകക്ഷികൾക്കും അത് സന്തോഷകരം തന്നെയാണ്. തിരിച്ചെത്താം. സണ്ണിക്കുട്ടി അബ്രഹാം, അത്ര എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന തർക്കമാണോ ഇപ്പോൾ കോൺഗ്രസിലുള്ളത്? അത് ഇപ്പോൾ കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ശ്രീമതി ലാലി വിൻസെൻ്റ് പറയുന്ന, ഞാൻ ലാലി വിൻസെൻ്റിനോട് തർക്കിക്കാനില്ല. കാരണം ശ്രീമതി ലാലി വിൻസെൻ്റ് ഇങ്ങനെയൊക്കെ തന്നെ പറഞ്ഞേ പറ്റുള്ളൂ. ലാലി വിൻസെൻ്റ് ഇങ്ങനെ വെള്ള തേൽക്കുകയാണ്. ഒരു ശവക്കലറയ്ക്ക് വെള്ള തേക്കുന്നത് പോലെ കോൺഗ്രസിനെ ഇങ്ങനെ വെള്ള പൂശിക്കൊണ്ട് സംസാരിക്കുന്നു. അത് അറിയാം എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന, അടുത്തറിയാവുന്ന ഒരാൾ തന്നെയാണ് ശ്രീമതി ലാലി വിൻസെൻ്റ്. അതുകൊണ്ട് അവരോട് തർക്കിച്ചിട്ട് വെറുതെ കാര്യമില്ല. അതായത് മുരളി എന്താണ് പറഞ്ഞത്, മുരളി വളരെ നിഷ്കളങ്കമായിട്ടാണ് പറഞ്ഞത്, അല്ലെങ്കിൽ മുരളി അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെയാണ് പറഞ്ഞത് എന്നൊക്കെ ശ്രീമതി ലാലി വിൻസെൻ്റ് പറയുന്നത് അതൊരു പ്രശ്നമല്ലോ എന്ന് പറയുമ്പോൾ, പക്ഷേ കോൺഗ്രസിൽ വേറെ ചിലർക്ക് തോന്നിയല്ലോ അത് ലീഗുകാർ പറഞ്ഞത് അവിടെ വയ്ക്കുക. ലീഗുകാർ അവരുടെ ജനുവിനായ ഒരു ആശങ്ക പറഞ്ഞു. കോൺഗ്രസിനുള്ളിലെ ചിലരാണല്ലോ പിന്നിൽ നിന്നുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താനെ കൊണ്ട് ഈ രീതിയിലൊക്കെ സംസാരിപ്പിച്ചത്. ഏത് രീതിയിലേക്കാണ് സംസാരിച്ചതെന്ന് നമുക്കറിയാം. മുരളി ശിഖണ്ഡിയെ മുൻനിർത്തി മറ്റേരാണ് പിന്നിൽ പ്രവർത്തിക്കുന്നതെന്ന് ഉണ്ണിത്താൻ പറയുന്നു. അപ്പോൾ ഉണ്ണിത്താനെ ആരാണ് മുൻനിർത്തി പ്രവർത്തിക്കുന്നതെന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. അതാണ് ഘടകകക്ഷികൾ പറഞ്ഞത് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം അഡ്വക്കേറ്റ് ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ അതാണ് പറഞ്ഞത്, ഈ രീതിയിൽ പോകാൻ പറ്റത്തില്ല. ഒന്നിച്ച് കോൺഗ്രസിൻ്റെ ഒരു ഏകകണ്ഠമായ ഒന്നിച്ചുള്ളൊരു നേതൃത്വം ഉണ്ടായേ പറ്റും. ഇവിടെ ശ്രീ JDUവിൻ്റെ നേതാവ് പറഞ്ഞതുപോലെ തന്നെ നമുക്കറിയാം ഇവിടുത്തെ സ്ഥിതി. BJP വരുന്നു. ഞാൻ മറ്റൊരു സിനാരിയോ കോൺഗ്രസ് നേതാക്കളുടെ മുമ്പിൽ ഒന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുക. ഒരുപക്ഷെ 2-3 വർഷം കഴിഞ്ഞാൽ 1-2 വർഷം കഴിഞ്ഞിട്ട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വരുന്ന ഒരു സാഹചര്യം. കേരളത്തിലെ UDF എന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ അവരിപ്പോൾ കോൺഗ്രസ് ഒന്നിച്ച് നിന്നാൽ തന്നെ അത് വളരെ വൾണറബിളായിട്ടുള്ള ഒരു ഒരു കൂട്ടുകെട്ടാണ്, കൂട്ടുമുന്നണിയാണെന്ന് പറയേണ്ടി വരും. 2-3 കക്ഷികൾ ഇന്നിപ്പോൾ LDF അവരുടെ നിലപാടുകളിൽ മാറ്റം വരുത്തി ഒരു ഐക്യത്തിൻ്റെയോ അല്ലെങ്കിൽ സഹകരണത്തിൻ്റെയോ ഒരു ഒലിവ് ചില്ല നീട്ടുകയാണെങ്കിൽ, അടുത്ത പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റുകൾ നൽകുകയാണെങ്കിൽ, ഒരുപക്ഷെ ഇപ്പോഴത്തെ കോൺഗ്രസ് ഒറ്റക്കെട്ടായിട്ട് നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പോലും വേണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ഈ മുന്നണിക്ക് വേണമെങ്കിൽ മുന്നണിക്ക് ചീട്ട് കൊട്ടാരം പോലെ തകർന്നു വീഴുന്നതിനുള്ള എല്ലാ സാധ്യതകളും 2-3 പാർട്ടികൾ. നമുക്കറിയാം കേരള കോൺഗ്രസിന് എന്ത് സംഭവിച്ചു. വാസ്തവത്തിൽ UDF നേതൃത്വത്തിൻ്റെ പരാജയമാണ്. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ ഉള്ള പ്രശ്നങ്ങളാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ ഒന്നിച്ച് മത്സരിക്കുന്നു, ചില സീറ്റുകളൊക്കെ വിജയിക്കുന്നതിന് ശേഷം കേരള കോൺഗ്രസ് പുറത്തേക്ക് പോകുമ്പോൾ അവരെ തടയുന്നതിന്, അല്ലെങ്കിൽ അവർ പോകരുതെന്ന് പറയാൻ, അല്ലെങ്കിൽ അവരുടെ പോക്ക് അവിടെ അതിന്മേലൊരു ചർച്ച അല്ലെങ്കിൽ അതൊന്ന് തടഞ്ഞു നിർത്തുന്നതിന് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഭാഗത്തുനിന്ന് എത്ര ശ്രമങ്ങളുണ്ടായി, ഏത് രീതിയിലുള്ള ശ്രമങ്ങളുണ്ടായി? കേരള കോൺഗ്രസ് പോയി 3ാമത്തെ വലിയ പാർട്ടിയായിരുന്നു. ഇപ്പോൾ 2-3 ഘടകകക്ഷിയുള്ള അവരും കൂടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉണ്ടാകാവുന്ന മാറിമറിഞ്ഞ് വരാമാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഈ മുന്നണിയുടെ അവസ്ഥ തന്നെ എന്തായിരിക്കും എന്നുള്ളത് ദയവേത് കോൺഗ്രസിനെ നേതാക്കാനും ഇപ്പോൾ തന്നെ ചിന്തിച്ചു തുടങ്ങേണ്ടതാണ്. ഘടകകക്ഷികൾ ചില കാര്യങ്ങൾ പറയുന്നു, ഈ രീതിയിൽ പോകാൻ പറ്റില്ല എന്ന് പറയുന്നതിൻ്റെ കാരണം ഞങ്ങൾ മറ്റു വഴി നോക്കുമെന്നും കൂടെ അതിന് അർത്ഥമുണ്ട്. അല്ലാതെ നിങ്ങളിങ്ങനെ പൊയ്ക്കോളൂ, ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, ഞങ്ങൾ എത്ര പറഞ്ഞാലും നിങ്ങൾ നന്നാവില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ ഞങ്ങൾ പറയും നിങ്ങളങ്ങനെ നടന്നോ എന്നല്ല. ഞങ്ങൾക്ക് വേറെ വഴികൾ നോക്കേണ്ടി വരും. പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. ആ സാഹചര്യത്തിലേക്ക് അപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളുണ്ടാകും. നമുക്കറിയാം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിനെ തൊട്ടുമുമ്പൊക്കെ കേരളത്തിലുണ്ടായ മാറ്റങ്ങളൊക്കെ നമുക്കറിയാം. പെട്ടെന്നാണ് മാറ്റങ്ങളുണ്ടാകുന്നത്, രാഷ്ട്രീയമല്ലേ.
അപ്പോൾ ആ ഒരു സാഹചര്യം പോലും മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ശ്രീ പി കെ ഫിറോസ്, കോൺഗ്രസിലെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിൽ മുൻപും മുസ്ലിം ലീഗ് നേരിട്ടും അല്ലാതെയും ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. UDF സർക്കാർ അധികാരത്തിലിരിക്കെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയും KPCC പ്രസിഡന്റായിരുന്ന രമേശ് ചെന്നിത്തലയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോൾ അത് പരിഹരിക്കാൻ മുസ്ലിം ലീഗ് രംഗത്തുണ്ടായിരുന്നു. അങ്ങനെ പല ഘട്ടങ്ങളിൽ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുക, അതിനുവേണ്ടി മുൻകൈയെടുക്കുക, ഇത് ലീഗ് സ്ഥിരമായി ചെയ്തു വരുന്നൊരു കാര്യമാണ്. അത് മുന്നണിയുടെ കെട്ടുറപ്പിന് വേണ്ടിയാണ്. കേരളത്തിൽ UDF സംവിധാനം ശക്തമായി നിലനിൽക്കണം എന്ന ആഗ്രഹത്തോടു കൂടിയുമാണ്. പക്ഷേ ഇത്തരം ശ്രമങ്ങളിലൂടെ ഉണ്ടാക്കുന്ന ഐക്യത്തിൻ്റെ വിശ്വാസ്യത അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് കേരളത്തിലില്ലേ? അത് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലാകാതെ പോകുന്നുണ്ടോ? അങ്ങനെ മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ ഈ ശ്രമം ഇങ്ങനെ തുടരുന്നതിൽ എന്താണ് അർത്ഥം? അല്ല, അങ്ങനെയല്ല. UDFിനകത്തെ വിവിധ കക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഉൾപാർട്ടി ജനാധിപത്യം എന്ന് പറഞ്ഞതുപോലെ മുന്നണിക്കകത്തും വിവിധ കക്ഷികൾക്ക് സ്വതന്ത്രമായ നിലപാടെടുക്കാനും അവരുടെ അഭിപ്രായങ്ങൾ പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇടതുപക്ഷ മുന്നണി പോലെയല്ല. അതേ സമയത്ത് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മുസ്ലിം ലീഗാണെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആണെന്നോ പറയുന്നത് ഒട്ടും ശരിയല്ല. അത് കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാർ പരസ്പരം ചർച്ച ചെയ്തും അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുമാണ്. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് മുസ്ലിം ലീഗാണ് എന്നല്ല ഞാൻ പറഞ്ഞത്. കോൺഗ്രസിൽ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊരു അഭിപ്രായ ഐക്യം ഉണ്ടാക്കുന്നതിന്, നേതാക്കൾ തമ്മിലുള്ള സംഭാഷണത്തിന് സാഹചര്യം ഒരുക്കുന്നതിന്, പ്രശ്നപരിഹാരത്തിന് ഒക്കെ ലീഗ് നേതൃത്വം ഇടപെട്ടിട്ടുണ്ട്, മുൻകാലത്തുണ്ടായിട്ടുണ്ട്, ഇപ്പോഴും ആ സംസാരം നടക്കുന്നുമുണ്ട്. അല്ല, അങ്ങനെ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മറ്റൊരു ഘടകകക്ഷിയിലെ നേതാക്കന്മാർ ഇടപെട്ടു എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കാനൊക്കെയുള്ള കഴിവ് കോൺഗ്രസിനകത്ത് തന്നെയുള്ള നേതാക്കന്മാർക്കുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. മാത്രമല്ല, ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നം എന്ന് പറയുന്നത് UDF കൂടുതൽ ശക്തമായി പോകണം. ഇത് ലീഗിൻ്റെ മാത്രം അഭിപ്രായമല്ല, UDFിലെ എല്ലാ കക്ഷികളുടെയും കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരുടെയും അഭിപ്രായമാണ്. ഇന്ന് UDF അത് ചർച്ച ചെയ്യുകയും കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകാൻ തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ അർത്ഥത്തിൽ വളരെ ശുഭപ്രതീക്ഷയോടുകൂടിയാണ് UDFിൻ്റെ ഇന്നത്തെ യോഗത്തെ UDFിനകത്തെ വിവിധ കക്ഷികൾ കാണുന്നത്. പ്രതിപക്ഷം എന്ന നിലയിൽ ഇപ്പോൾ സമീപകാലത്ത് ഈ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യാനുണ്ടായ ഒരു പ്രധാനപ്പെട്ട കാരണം UDF ശക്തമല്ല എന്ന UDFിനകത്തെ തന്നെ പ്രത്യേകിച്ച് കോൺഗ്രസിലെ തന്നെ നേതാക്കന്മാരുടെ ഭാഗത്തുണ്ടായ അഭിപ്രായങ്ങളാണല്ലോ. ആ അഭിപ്രായങ്ങൾ പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞ് വളരെ ക്രിയാത്മകമായും പോസിറ്റീവായും അത്തരം വിമർശനങ്ങൾ എടുക്കുന്നു. തെറ്റുകൾ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും, പ്രതിപക്ഷം കൂടുതൽ ശക്തമായി മുമ്പോട്ട് പോകുമെന്ന് പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ UDFിലെ വിവിധ കക്ഷി നേതാക്കളും ഒക്കെ അഭിപ്രായപ്പെട്ട ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം പരിഹരിച്ചുകൊണ്ട് മുമ്പോട്ട് പോകും എന്ന പ്രതീക്ഷയിലാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ആ അർത്ഥത്തിൽ ഇതിനെ വളരെ പോസിറ്റീവായിട്ടാണ് ലീഗ് കാണുന്നത്. അതല്ലാതെ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ലീഗിലെ ഏതെങ്കിലും നേതാക്കന്മാർ ഇടപെട്ട് പരിഹരിക്കുക എന്നുള്ള തലത്തിലേക്ക് കോൺഗ്രസ് അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് എന്ന വിശ്വാസമൊന്നും ലീഗിനില്ല. പി കെ ഫിറോസ്, കളക്ടറേറ്റ് പിക്കറ്റിംഗ്, സമരപ്രഖ്യാപന കൺവെൻഷൻ, മേഖലാ ജാഥകൾ, സഹകാരികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള രാജ്ഭവൻ മാർച്ച്, ഇത്രയുമാണെന്ന് UDF യോഗത്തിൻ്റെ തീരുമാനമായി, പ്രക്ഷോഭ പരിപാടികളെ സംബന്ധിച്ചുള്ള തീരുമാനമായി പ്രതിപക്ഷ നേതാവ് UDF ചെയർമാൻ കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞത്. ഇത്തരം ശ്രമങ്ങളിലൂടെ ഐക്യം ഊട്ടിയുറപ്പിക്കാം എന്നതാണോ, അതോ കോൺഗ്രസ് നേതൃത്വം കുറെ കൂടി ക്രിയാത്മകമായി UDFിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും അവർക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നണിയെ ഒറ്റക്കെട്ടാക്കി നിർത്താനുള്ള ഒരു ശ്രമം നടത്തുകയും വേണം എന്നല്ലേ ലീഗ് ആവശ്യപ്പെടുന്നത്? അല്ല, അത് രണ്ടും രണ്ട് ഇഷ്യൂ ആണ്. ഒന്ന്, കോൺഗ്രസിനകത്ത് ചില പ്രശ്നങ്ങളുണ്ട്. അത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ തുറന്നു പറഞ്ഞതാണ്. അവരുടെ DCC പ്രസിഡന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നം, ആ ആഭ്യന്തര പ്രശ്നം പരിഹരിക്കേണ്ടത് കോൺഗ്രസ് നേതൃത്വമാണ്, കോൺഗ്രസ് പാർട്ടിയാണ്. അതേസമയം UDFിൻ ഒരു പ്രതിപക്ഷ മുന്നണി എന്ന നിലക്ക് UDF കുറച്ചുകൂടി ശക്തമായി ഇടപെടേണ്ടതുണ്ട് എന്ന വിമർശനം പൊതുവായി പൊതുസമൂഹത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ രാഷ്ട്രീയ നിരീക്ഷകന്മാരുടെ ഭാഗത്തുനിന്നും UDFിനകത്തെ വിവിധ കക്ഷികളുടെ ഭാഗത്തുനിന്നൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട്. UDF ഇന്ന് പൊതുവായി ചർച്ച ചെയ്ത് തീരുമാനിച്ചത് അത്തരത്തിലൊരു പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ, ഒരു പ്രതിപക്ഷ മുന്നണി എന്ന നിലക്ക് കുറച്ചുകൂടി സജീവമായി, കുറച്ചുകൂടി കാര്യക്ഷമമായി പ്രതിപക്ഷം ശക്തിപ്പെടേണ്ടിയിരിക്കുന്നു. അതിന് കുറച്ച് സമരപരിപാടികളും മറ്റു പരിപാടികളൊക്കെ UDF തീരുമാനിച്ചു. അതേസമയം UDFിനകത്തെ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ കോൺഗ്രസിനകത്തുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആ പാർട്ടി യോഗം ചേർന്ന് തീരുമാനങ്ങൾ എടുക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.
അത് പി കെ കോൺഗ്രസിന്റെ ഫിറോസ്, ആഭ്യന്തര കഴിഞ്ഞ പ്രശ്നമാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മറ്റ് യു ഡി UDF എഫിന്റെ നെ പൊതുവായി വോട്ടിലുണ്ടായ കുറവ്, അത് ചെറുതല്ലാത്ത കുറവ് യു ഡി എഫിന്റെ വോട്ടിൽ ഉണ്ടായിട്ടുണ്ട്. തെരുവിൽ പ്രതിപക്ഷമാകാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് പ്രഖ്യാപിച്ച് ബി ജെ പിയും യുവമോർച്ചയും ഒക്കെ രംഗത്തുണ്ട് താനും. ഈ സവിശേഷമായ രാഷ്ട്രീയ സാഹചര്യം കൂടിയില്ലേ ലീഗ് ഈ ആശങ്കകൾ ഉന്നയിക്കുമ്പോൾ? അല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. അതാണ് ഞാൻ തുടക്കം മുതലേ പറഞ്ഞത്, അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രതിപക്ഷ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം UDF-ഉം LDF-ഉമാണ്. അതിനിടക്ക് BJP-യോ അല്ലെങ്കിൽ BJP-യുടെ ഏതെങ്കിലും സംഘടനകളോ വന്ന് കേരളത്തിലെ തെരുവുകളിൽ കുറച്ച് കുഴപ്പങ്ങളുണ്ടാക്കി എന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സമരം കുറച്ച് അക്രമാസക്തമായി എന്നതുകൊണ്ട് പ്രതിപക്ഷത്തിൻ്റെ റോൾ BJP ഏറ്റെടുക്കും, അല്ലെങ്കിൽ BJP-യുടെ ഏതെങ്കിലും പോഷക സംഘടനകൾ ഏറ്റെടുക്കുമെന്ന് പറയുന്നതിൽ അത് അതിശയോക്തിപരമാണ്. അത് ഒട്ടും വസ്തുതക്ക് നിരക്കുന്നതല്ല. അതേസമയം UDF കുറച്ചുകൂടി സമരങ്ങൾ ഏറ്റെടുക്കേണ്ട വിഷയങ്ങളുണ്ട്. സമീപകാലത്തുണ്ടായ ചില വിഷയങ്ങളിൽ, പ്രത്യേകിച്ച് കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണെങ്കിൽ, നോട്ട് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് പെൻഷൻ്റെ വിഷയമാണെങ്കിലും, അതുപോലെ റേഷൻ വിഷയമാണെങ്കിലും, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിൻ്റെ പരാജയമാണെങ്കിലൊക്കെ കുറച്ചുകൂടി UDF ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്നതിൽ, പ്രത്യേകിച്ച് നവമാധ്യമങ്ങളും അതുപോലെ തന്നെ മനുഷ്യാവകാശ പ്രവർത്തകന്മാരും മറ്റ് ആക്ടിവിസ്റ്റുകളൊക്കെ സജീവമായി നിൽക്കുന്ന ഒരു സമയത്ത് അതിൻ്റെ ഒരു നേതൃപരമായ പങ്ക് വഹിക്കേണ്ടത് UDF ആണ് എന്ന അഭിപ്രായം പൊതുവിലുണ്ട്. പി കെ ഫിറോസ്, അങ്ങനെ അത്തരമൊരു അവസ്ഥയിലേക്ക് UDF എത്തുന്നതിൽ, അല്ലെങ്കിൽ അങ്ങനെ മാറി പ്രവർത്തിക്കുന്നതിൽ എന്താണ് തടസ്സം? അല്ല, ആ തടസ്സങ്ങളാണല്ലോ UDF ഇന്ന് യോഗം ചേർന്ന് ചർച്ച ചെയ്യുകയും അത് പരിഹരിക്കാൻ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തത്. ഇപ്പോൾ UDF-നകത്ത് നടക്കുന്ന ചർച്ചകളും, അതുപോലെ തന്നെ UDF-നകത്ത് മുസ്ലിം ലീഗ് പറയുന്ന കാര്യങ്ങളൊന്നും ഇപ്പോൾ ഒരു TV ചർച്ചയിൽ പറയേണ്ട കാര്യമല്ലല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ UDF യോഗം വിളിക്കാതെ TV ചർച്ചയിലൂടെ പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ അത് UDF-നകത്ത് പറയേണ്ട കാര്യങ്ങൾ UDF-നകത്ത് പറയും, ചർച്ചകൾ നടക്കും, തീരുമാനങ്ങളെടുക്കും. അതേസമയം പൊതുവായി ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ, പൊതുവായി അഭിപ്രായം പറയേണ്ട കാര്യങ്ങൾ പൊതുവായി പറയുകയും ചെയ്യും. അതാണ് ഒരു രാഷ്ട്രീയ. ഇവിടെ നേരത്തെ സണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാണിച്ചതുപോലെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് മുന്നണി വിടുന്ന സാഹചര്യം ഉണ്ടായി. അന്നത് തടയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് സാധിച്ചില്ല. UDF-ന്റെ കെട്ടുറപ്പിനെ ഒരു പോറൽ പോലും ഏൽക്കാതിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പോലും സാധിച്ചില്ല. മറ്റ് ഘടകകക്ഷികൾ ഇതുപോലെ അതൃപ്തി പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. UDF-ൽ നിന്ന് മറ്റ് ഘടകകക്ഷികൾ പോകാനുള്ളൊരു സാഹചര്യം ഒരുപക്ഷെ ഉണ്ടായേക്കാം. അത്തരം ആശങ്കകളൊക്കെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ടാകേണ്ടതാണ്. അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ UDF ഒറ്റക്കെട്ടാകേണ്ടതുണ്ട്. UDF ഒറ്റക്കെട്ടാകണമെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിലെ കലഹം മാറേണ്ടതുണ്ട്. എത്ര പറഞ്ഞാലും കലഹമുണ്ട് എന്ന് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുമുണ്ട്. അതിനൊരു പരിഹാരം കാണാൻ ആര് മുൻകൈയെടുക്കും എന്നതാണ് ചോദ്യം. അഡ്വക്കേറ്റ് ലാലു വിൻസെന്റ്, എന്നോടായിരുന്നോ? ഞാൻ ഫിറോസിനിടാന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു ആശങ്കയൊന്നും വേണ്ട. കോൺഗ്രസ് പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മുമ്പ് A ഗ്രൂപ്പും I ഗ്രൂപ്പും തമ്മിൽ തല്ലി എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. DIC ഉണ്ടായിട്ടുണ്ട്, കോൺഗ്രസിൽ നിന്ന് അവർ പോയിട്ടുണ്ട്, തിരിച്ചു വന്നിട്ടുണ്ട്. പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവലെല്ലാം പതിവാണ്. അതൊന്നും പാർട്ടിയെ നശിപ്പിക്കില്ല, UDF-നെയും നശിപ്പിക്കില്ല. ആ കാര്യത്തിൽ ഒരാശങ്കയും ആർക്കും വേണ്ട. അഭിപ്രായ വ്യത്യാസങ്ങളും അഭിപ്രായ പ്രകടനങ്ങളും ചിലപ്പോൾ വൈകാരികമായി മാറിയിട്ടുള്ള സാഹചര്യങ്ങൾ പൊതുജനങ്ങളുടെ മുമ്പിലും മാധ്യമങ്ങളുടെ മുമ്പിലും കോൺഗ്രസ് പാർട്ടിയുടെ പ്രവർത്തനത്തെ ചിലപ്പോഴൊക്കെ ബാധിച്ചിട്ടുണ്ട് എന്നത് ഞാൻ സമ്മതിക്കുന്നു. എന്നിരുന്നാലും ഉറപ്പായിട്ടും ശക്തമായ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് തന്നെ UDF-ലെ എല്ലാ സഖ്യകക്ഷികളും മുൻകാലത്തുണ്ടായ പ്രശ്നങ്ങൾ, മുൻകാലത്ത് കോൺഗ്രസിൽ പ്രശ്നങ്ങളുണ്ടായ രാഷ്ട്രീയ സാഹചര്യത്തിൽ നിന്ന് ചില മാറ്റങ്ങളെങ്കിലും സംസ്ഥാനത്തുണ്ടായിട്ടില്ലേ? അത് മനസ്സിലാക്കിക്കൊണ്ട് വേണ്ടേ കോൺഗ്രസ് മുന്നോട്ട് പോകാൻ? നാം അത് മനസ്സിലാക്കിയിട്ടുണ്ട്. BJP-യുടെ കടന്നുകയറ്റം നമുക്കറിയാം. LDF ജനങ്ങളെ എങ്ങനെയാണ് പറഞ്ഞു പറ്റിച്ച് വോട്ട് വാങ്ങിച്ചതെന്നറിയാം. BJP-യും LDF-ഉം തമ്മിലുള്ള രഹസ്യ ബാന്ധവത്തെക്കുറിച്ച് നമുക്കറിയാം. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ഒരു രക്തരൂക്ഷിത വിപ്ലവം ആഗ്രഹിക്കുന്നില്ല. കോൺഗ്രസ് പാർട്ടി ഒരിക്കലും ജനങ്ങളുടെ സ്വൈര്യ ജീവിതത്തെയോ സ്വകാര്യ ജീവിതത്തെയോ നശിപ്പിച്ചുകൊണ്ടൊരു സമര പരിപാടികൾ ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ തന്നെ ജനം വളരെ ദുഃഖത്തിലും ദുരിതത്തിലുമാണ്. അരിയില്ല, പൈസയില്ല, മരുന്നില്ല. അങ്ങനെ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും
സാമ്പത്തിക സ്ഥിതി മോശമായി ദാരിദ്ര്യത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം, ഒരു ഡിക്റ്റേറ്റർഷിപ്പ് ഇന്ന് ഭാരതം അനുഭവിക്കുന്നു. ജനാധിപത്യ രാജ്യത്തിൽ നമ്മളെല്ലാം കണ്ടിട്ടുള്ളതിലേക്ക് വെച്ച് ഏറ്റവും മോശമായ ഒരു ഡിക്റ്റേറ്റർഷിപ്പ് അനുഭവിക്കുന്ന ഈ സാഹചര്യത്തിൽ UDF ഒറ്റക്കെട്ടായി തന്നെ നിൽക്കുകയുള്ളൂ. മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനം കോൺഗ്രസ് പാർട്ടിയിലുണ്ട്. മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനം UDFിലുമുണ്ട്. കോൺഗ്രസ് പാർട്ടിക്ക് ശക്തമായ സാഹോദര്യം മുസ്ലിം ലീഗിനോടുമുണ്ട്. ഘടകകക്ഷികൾ ഭിന്നിച്ച് കോൺഗ്രസിൽ നിന്ന് പോവുക എന്നുള്ള ചിന്തയേയില്ല. പിന്നെ കേരള കോൺഗ്രസ് മാറി നിന്ന സാഹചര്യം, അത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒരു ഉരുൾപൊട്ടൽ പോലെ ഉണ്ടായിരുന്നത് പിന്നീട് ഒരു ഉരുൾപൊട്ടലായി മാറിയതാണ്. ഇനിയും ഒത്തുതീർപ്പിനും ചർച്ചകൾക്കും സാഹചര്യമുണ്ട്. വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷേ ഇതെല്ലാം മാറി UDF ശക്തമാവാനുള്ള എല്ലാ സാഹചര്യവും ഉരുത്തിരിഞ്ഞു വരുന്നതിനുള്ള ചർച്ചകൾ ഉണ്ടാവുക തന്നെ ചെയ്യും. ഡോക്ടർ വർഗീസ് ജോർജ്, ഇവിടെ സണ്ണിക്കുട്ടി അബ്രഹാം ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങൾ, സംസ്ഥാന രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റങ്ങൾ വളരെ വേഗത്തിലുള്ളതായിരുന്നു. UDFിലെ അതൃപ്തി അത് മുൻപും JDU തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. പാർട്ടി നേതാവിൻ്റെ പരാജയത്തെക്കുറിച്ചുള്ള അന്വേഷണ റിപ്പോർട്ടിൻ്റെ കാര്യത്തിലൊക്കെ പരാതികളുണ്ട് JDUവിന്. തുടരുന്ന അതൃപ്തി ഒരു മാറി ചിന്തിക്കലിന് JDUവിനെ കൂടി അല്ലെങ്കിൽ JDUവിനെ പ്രേരിപ്പിക്കുമോ? രാജീവ്, അതിനു മുമ്പ് മിസസ് ലാലി വിൻസെൻ്റ് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ പൊളിറ്റിക്സ് ചർച്ച ചെയ്യുമ്പം വളരെ ഓണസ്റ്റായിട്ട് ചർച്ച ചെയ്യണം. കഴിഞ്ഞ ഗവൺമെൻറ്, ശ്രീ ഉമ്മൻചാണ്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നല്ലൊരു പെർഫോമിംഗ് ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിൽ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ നാഷണൽ ആവറേജിനേക്കാൾ ഉയർന്നതായിരുന്നു. നാഷണൽ ആവറേജ് 5% ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് ഗ്രോത്ത് നാഷണൽ ആവറേജിനേക്കാൾ 2% കൂടുതലായിരുന്നു, 7% കൂടുതലായിരുന്നു. അത്ര നല്ലൊരു ഗവൺമെൻറ്റായിരുന്നു. ആ ഗവൺമെൻറ് എന്തുകൊണ്ട് തിരിച്ചു വന്നില്ല? ആ ഗവൺമെൻറ് തിരിച്ചു വരാഞ്ഞതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അവസാന ദിവസങ്ങളിലെ ചില കാര്യങ്ങളാണ്. പാർട്ടികൾക്കുള്ളിലും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കുള്ളിലും ഞങ്ങൾ UDF വിലയിരുത്തുകയാണ്. ഇത് പുറത്തുനിന്നുള്ളൊരു വിലയിരുത്തലല്ല. ഇലക്ഷൻ്റെ കനത്ത പരാജയത്തിന് ശേഷം ചേർന്ന UDF യോഗം വിലയിരുത്തിയത് അവസാന ദിവസങ്ങളിൽ മുന്നണിയിലും പാർട്ടിക്കുള്ളിലും ഉണ്ടായ അരാജകത്വം ജനങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടുത്തിയെന്നാണ്. നമ്മുടെ പോളിറ്റിക്സ് ചർച്ച ചെയ്യുമ്പോൾ ഓണസ്റ്റായിട്ട് ചർച്ച ചെയ്യണം. അതിനുള്ള പരിഹാര മാർഗങ്ങൾ നമ്മുടെ അനുഭവങ്ങളിൽ നമ്മൾ കണ്ടെത്തണം. അവിടെ ലോക്സഭാ ഇലക്ഷനിൽ മാത്രമല്ല, അസംബ്ലി ഇലക്ഷനിലും നമ്മുടെ പാർട്ടികളുടെ ഒരു ഡിസിപ്ലിൻ ആവശ്യമായിരുന്നു. എത്രയോ ദിവസങ്ങളായിരുന്നു സ്ഥാനാർത്ഥി ലിസ്റ്റുകൾ ചർച്ച ചെയ്യപ്പെട്ടത്. സ്ഥാനാർത്ഥിയുടെ മേന്മകളും ഗുണദോഷങ്ങളും ഡൽഹിയിൽ ചർച്ച ചെയ്യപ്പെട്ടത്. ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ടായിരുന്നു. നമ്മുടെ UDFിൻ്റെ ആദ്യത്തെ ഇലക്ഷൻ ശേഷത്തിൻ്റെ പരാജയത്തിന് ശേഷമുള്ള ആദ്യത്തെ യോഗത്തെ വിലയിരുത്തുകയാണ്. അത് ഒരു സത്യസന്ധമായ വിലയിരുത്തലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇനിയുള്ള ദിവസങ്ങളിലും, പ്രത്യേകിച്ച് ഇവിടെ രാജീവ് സൂചിപ്പിച്ച പോലെയും സണ്ണിക്കുട്ടി സാർ സൂചിപ്പിച്ചതുപോലെയും ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത രീതിയിൽ കേരളത്തിൽ മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ് വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അസാധാരണമായൊരു ഐക്യം നമ്മൾ കാണിക്കേണ്ട ആവശ്യമുണ്ട്. രണ്ടാമത്, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രാജീവ്, ഞങ്ങളെടുത്തിരിക്കുന്ന നിലപാട് ഇന്ന് രാജ്യത്ത് വളർന്നു വരുന്ന വർഗീയതയെ ചെറുക്കാൻ എവിടെയൊക്കെ നമുക്ക് BJPയെ പരാജയപ്പെടുത്താൻ സാധിക്കുമോ അവിടെയൊക്കെ അതിനാവശ്യമായ സഖ്യങ്ങൾ രൂപീകരിക്കണമെന്നാണ്. കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പമായിരുന്നു, ആസാമിൽ AIUDFിനോടൊപ്പമായിരുന്നു, ബീഹാറിൽ കോൺഗ്രസിനോടൊപ്പമായിരുന്നു, കേരളത്തിൽ കോൺഗ്രസിനോടൊപ്പമായിരുന്നു. ഇപ്പോൾ നമ്മൾ ലാർജർ കോണ്ടെക്സ്റ്റിലാണ് പൊളിറ്റിക്സിനെ കാണേണ്ടത്. പഴയ പൊളിറ്റിക്സ് അല്ല. ഈയിടെ 60 വർഷം മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പറായിരുന്ന അലിഗറിലെ യൂണിവേഴ്സിറ്റി പ്രൊഫസർ ഇർഫാൻ ഹബീബ് മാർക്സിസ്റ്റ് പാർട്ടിയിലെ പോളിറ്റ് ബ്യൂറോയ്ക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കേരളത്തിലെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി UDFുമായിട്ട് ചർച്ച ചെയ്യണം, എങ്ങനെ BJPയെ തടയാം എന്ന് പ്രൊഫസർ ഇർഫാൻ ഹബീബ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. പശ്ചിമ ബംഗാളിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും കൂടെ എന്തെങ്കിലും യോജിച്ച് വരുമെന്ന് നമ്മൾ കരുതിയതാണോ? അവിടെ പഴയ പൊളിറ്റിക്സേ അല്ല. അതുകൊണ്ട് ഈ തെരുവിൽ കിടന്നുള്ള തമ്മിലടിയും ഈ ഗ്രൂപ്പ് പോരും ഇതൊന്നും അല്ല ഇപ്പോഴത്തെ ഇഷ്യൂ. ഇവിടെ നിലനിൽക്കണമോ, ഈ രാജ്യത്തിൻ്റെ സാംസ്കാരിക വൈവിധ്യം നിലനിൽക്കണമോ, ഇതാണ് ഇവിടുത്തെ ഇഷ്യൂ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് ഇങ്ങനെയുള്ള നിസ്സാര പ്രശ്നങ്ങളെ ചൊല്ലി കലയിക്കുന്നത്? വി ഹാവ് ടു കൗണ്ടർ ലാർജർ കോൺട്രഡിക്ഷൻസ് ആൻഡ് വി ഹാവ് ടു ഇഗ്നോർ മൈനർ കോൺട്രഡിക്ഷൻസ്. PK ഫിറോസ്,
ഡോക്ടർ വർഗീസ് ജോർജ് ഇപ്പോൾ സൂചിപ്പിച്ച വിശ്വാസ്യതയുടെ പ്രശ്നം അതുതന്നെയാണ് ഞാൻ താങ്കളോട് ആദ്യം ചോദിച്ചത്. എങ്ങനെയാണ് ജനങ്ങൾക്ക് മുന്നിൽ വിശ്വാസ്യത നഷ്ടമായത് എന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പഠിപ്പിച്ചു. അതിനുശേഷവും തുടരുന്ന ഈ പ്രശ്നങ്ങൾ, അത് കോൺഗ്രസിലുണ്ടാകുന്ന വിശ്വാസരാഹിത്യം, അതുവഴി UDFിലുണ്ടാകുന്ന വിശ്വാസരാഹിത്യം, അത് എത്രത്തോളം ഗൗരവമുള്ളതാണ് എന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മനസ്സിലാകുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിനെ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് നടക്കുന്നില്ലെങ്കിൽ, ലീഗിനും ആലോചിക്കേണ്ടി വരില്ലേ ചില കാര്യങ്ങൾ? അല്ല, അങ്ങനെയല്ല. അപ്പോൾ കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ ഇത് ചരിത്രത്തിൽ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. കോൺഗ്രസ് പാർട്ടിയുടെ രൂപീകരണ കാലഘട്ടം മുതൽക്ക് തന്നെ, അല്ലെങ്കിൽ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ കോൺഗ്രസിനകത്ത് ഈ ആഭ്യന്തര പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നതാണ്. അങ്ങനെ കോൺഗ്രസിനകത്ത് ഈ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോൾ തന്നെ അത് അതാത് സമയങ്ങളിൽ പരിഹരിച്ച് മുമ്പോട്ട് പോകാനും പാർട്ടിക്ക് സാധിക്കാറുണ്ട്. അത് രൂക്ഷമാകുന്ന സമയത്ത് പ്രതിസന്ധികൾ ഉണ്ടാകും. അത് പരിഹരിക്കുന്ന സമയത്ത് പാർട്ടിക്കും മുന്നണിക്കുമൊക്കെ വലിയ വിജയങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് കോൺഗ്രസ് പാർട്ടി തന്നെ സ്വയം തിരിച്ചറിയുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിനകത്ത് എത്രയും പെട്ടെന്ന് കോൺഗ്രസിനകത്തെ സമുന്നതരായ നേതാക്കന്മാർ തന്നെ ഇടപെട്ട് അതിന് പരിഹാരം കാണുകയും UDFന് അത് കൂടുതൽ കരുത്ത് പകരുകയും UDF അത് ശക്തമായി തിരിച്ചു വരികയും ഒക്കെ ചെയ്യും എന്ന ശുഭപ്രതീക്ഷയിലാണ് ലീഗ് ഉള്ളത്. ഇപ്പോൾ നിലവിൽ അത്തരം ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാൻ തന്നെ പറഞ്ഞില്ല, കോൺഗ്രസിലെ നേതാക്കന്മാർ തന്നെ അത് പുറത്ത് പറഞ്ഞിട്ടുണ്ട്. രാജ്യത്ത് ഇപ്പോൾ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞതുപോലെ ഇന്ത്യ ആകമാനം കോൺഗ്രസ് നേതൃത്വത്തിൽ മതേതര കക്ഷികൾ ഒന്നിച്ചു നിൽക്കണം, BJPയെ പ്രതിരോധിക്കാൻ എന്ന താല്പര്യം രാജ്യത്തുടനീളം ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ കോൺഗ്രസിനകത്ത് ആഭ്യന്തര പ്രശ്നങ്ങൾ പറഞ്ഞ്, ഈ ചെറിയ പ്രശ്നങ്ങൾ പറഞ്ഞ് ഭിന്നിച്ച് ഈ ഒരു UDFൻ്റെ ശക്തിയെ ക്ഷയിപ്പിക്കുന്ന ഒരു നടപടിയിലേക്ക് കോൺഗ്രസ് പോകരുത്, അങ്ങനെ പോകില്ല എന്ന വിശ്വാസത്തിലാണ് ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികളുള്ളത്. ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, കോൺഗ്രസിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ, ഇന്നത്തെ UDF യോഗത്തിൽ നിന്ന് താങ്കൾക്ക് ലഭിച്ച സൂചനകൾ, ഇതനുസരിച്ച് ഒരു ശുഭസൂചകമായ അവസ്ഥയിലേക്ക്, കുറെ കൂടി കെട്ടുറപ്പുള്ളൊരു അവസ്ഥയിലേക്ക് UDF നീങ്ങും എന്നൊരു പ്രതീക്ഷ താങ്കൾക്കുണ്ടോ? രാജീവ്, സ്വാഭാവികമായിട്ടും ഇവിടെ ശ്രീമതി ലാലി വിൻസെൻ്റ് പറഞ്ഞ പോലെ പണ്ട് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പരിഹരിച്ച് നീങ്ങിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെ അമിതമായ ശുഭാപ്തി വിശ്വാസം വഹിക്കുന്നത് അപകടകരമാണ്, ദുരന്തമാണ്. പണ്ട് DIC ഉണ്ടായി, AUIയും തമ്മിൽ വലിയ തർക്കമുണ്ടായിരുന്നു. ഇത് നേരത്തെ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ പോലെ UDF വിലയിരുത്തിയ ഒരു കാര്യമാണ്. അവസാന ദിവസങ്ങളിലെ പ്രശ്നങ്ങൾ നമുക്കറിയാം. മെത്രാൻ കായൽ അല്ലെങ്കിൽ അതുപോലുള്ള തീരുമാനങ്ങൾ ഉമ്മൻചാണ്ടി മാത്രം എടുത്തതല്ല, ആ ഘടകകക്ഷികളുടെ നിർബന്ധമുണ്ടായിരുന്നു, കോൺഗ്രസിലെ ചില നേതാക്കളുടെ നിർബന്ധമുണ്ടായിരുന്നു. അവസാനം തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞപ്പോൾ അതിനെതിരായിട്ട് കോൺഗ്രസിലെ ഒരു വിഭാഗം തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ റോൾ എടുത്തത്. അതിനെ തുടർന്നാണ് വാസ്തവത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFന് ഇതുപോലെ ഒരു വലിയ പരാജയം ഉണ്ടായത്. പക്ഷേ ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് കൂട്ടി വായിക്കണം. ശ്രീ ഫിറോസ് പറഞ്ഞതുപോലെയല്ല ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ മതേതര ശക്തികളുടെ ഒരു കൂട്ടുകെട്ട് ഉണ്ടാക്കണമെന്നല്ല JDUവിൻ്റെ തീരുമാനം എന്ന് ഡോക്ടർ വർഗീസ് ജോർജ് പറഞ്ഞത്. ഫാസിസ്റ്റ് ശക്തികൾ അല്ലെങ്കിൽ BJP സംഘപരിവാരത്തെ തടയുന്നതിന് ആരുമായിട്ടൊക്കെ കൂട്ടുകൂടാമോ, ഏതൊക്കെ കൂട്ടുകെട്ടാണോ ഫലപ്രദമാകുന്നത് അതൊക്കെ ചെയ്യാം എന്നൊരു നിലപാടാണ് JDU പോലുള്ള പാർട്ടികൾക്കുള്ളത്. അതാണ് ഞാൻ പറഞ്ഞത്. അടുത്ത പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കോൺഗ്രസ് നേതാക്കൾ മുൻകൂട്ടി കാണണം. ഒന്നിച്ച് നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, സമരം ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, UDF എന്ന് പറയുന്നത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം അടുത്ത തെരഞ്ഞെടുപ്പിൽ ഒരു വിന്നിംഗ് കോമ്പിനേഷനാണെന്ന ആത്മവിശ്വാസം അല്ലെങ്കിൽ ബോധ്യം ഘടകകക്ഷികൾ ഉണ്ടാക്കാനും കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനും കേരളത്തിലെ കോൺഗ്രസിന് കഴിയുന്നില്ലെങ്കിൽ അവരുടെ ഭാവി അത്ര ശോഭനമായിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. വളരെയധികം നന്ദി ശ്രീ സണ്ണിക്കുട്ടി അബ്രഹാം, ഡോക്ടർ വർഗീസ് ജോർജ്, PK ഫിറോസ്, അഡ്വക്കേറ്റ് ലാലി വിൻസെൻ്റ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.